ഗവൺമെന്റ് കസ്തൂരി രംഗന്റെ സംബന്ധിച്ച പ്രശ്നം വന്നപ്പോൾ ഇവർ 3 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. ഡോക്ടർ പി സി സിറിയക്, ഡോക്ടർ രാജശേഖരപിള്ള ആൻഡ് ഉമ്മൻ ബി ഉമ്മൻ, അദ്ദേഹം കൺവീനറായിട്ടുള്ള കമ്മിറ്റി. ഇവരെ 3 പേര് വളരെ നല്ല ഒരു ജോലിയാണ് ചെയ്തത്. അവരോട് ഗവൺമെന്റിനുള്ള പ്രത്യേകമായ ഒരു അഭിനന്ദനവും നന്ദിയും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 30 സിറ്റിംഗ്, അതും പ്രക്ഷുബ്ധമായ സ്ഥലത്താണ്. ഇത്രയും ഒരു സിറ്റിംഗ് ഒരു കമ്മിറ്റി നടത്തി കാണില്ല. ഒരു 4000-5000 പേരാണ് എല്ലാ സ്ഥലത്തും പോയി, പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോയി ഒരു നല്ല റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. ഇന്ന് തന്നെ ഇത് വെബ്സൈറ്റിലിടും. ഇത് സംബന്ധിച്ച് ആർക്ക് വേണമെങ്കിലും ഇനിയും നിർദ്ദേശങ്ങൾ തരാം. ഇത് ഫൈനൽ എന്നുള്ള നിലയല്ല. ഇതിപ്പം ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്, അവരുടെ വിദഗ്ധമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള. അതിൽ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും ഗവൺമെന്റ് ഇവരുടെ കൂടി സഹായത്തോടു കൂടി പരിശോധിക്കും. എന്നിട്ടാണ് ഗവൺമെന്റ് അവസാനമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ പൊതുവായ ഒരു സമീപനം അത് തന്നെയാണ്. ഈ കമ്മിറ്റിയും ചെയ്തിട്ടുള്ള സേവനം അത് തന്നെയാണ്. പരിസ്ഥിതി സംരക്ഷണം വേണം. അത് ജനങ്ങളുടെ സഹകരണത്തോടെ, ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ, ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട്. ഇതാണ് ഗവൺമെന്റിന്റെ അപ്രോച്ച്. ഇവരുടെ റിപ്പോർട്ടും അത് തന്നെയാണ്. പ്രകൃതി സംരക്ഷണത്തിന്, പരിസ്ഥിതി സംരക്ഷണത്തിന് ഒരിക്കലും നമ്മൾ എതിരല്ല. അതുകൊണ്ടാണല്ലോ കേരളം പോലെ തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു സംസ്ഥാനത്ത്, ജനവാസം വളരെയധികം ഉള്ള സ്ഥലത്ത് നാഷണൽ ആവറേജിനേക്കാൾ വനവിസ്തൃതി കേരളത്തിലാണ്. ഇന്ത്യയിലെ ആവറേജ് 22% കേരളത്തിലെ 28.4%. അത് തുടർന്നും ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. പക്ഷേ അവിടെ താമസിക്കുന്ന ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു കാര്യം ബുദ്ധിമുട്ടായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ എക്കോളജിക്കലി സെൻസേഷണൽ ഏരിയ എന്ന് പറഞ്ഞ് തിരിക്കുന്ന ആ ഒരു സമ്പ്രദായത്തോട് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. ഗാഡ്ഗിൽ കൊണ്ടുവന്ന ഫോർമുലയോട് നമ്മൾ യോജിച്ചില്ല. അവർ താലൂക്ക് അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ ഏതാണ്ട് 535 പഞ്ചായത്തുകളാണ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് വന്നത്. അതാണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ വില്ലേജായപ്പോൾ 123 വില്ലേജ്, അത് പഞ്ചായത്തായിട്ട് കണക്കാക്കിയാൽ 121 പഞ്ചായത്തുകൾ. പഞ്ചായത്തുകളുടെ എണ്ണം കുറഞ്ഞു, കാര്യമായി കുറഞ്ഞു, ശരിയാ. പക്ഷേ 121 പഞ്ചായത്ത് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതും നമുക്ക് ആവില്ല. പക്ഷേ അതിനകത്ത് നമ്മൾ കണ്ട തെറ്റ്, ഈ റിമോട്ട് സെൻസിങ്ങിന്റെ ഇത് വന്നപ്പോൾ റബ്ബർ പ്ലാന്റേഷനും ഒക്കെ ഈ ഏരിയയിൽ വന്നു. അപ്പം അതുകൊണ്ട് കമ്മിറ്റിയുടെ മെയിനായിട്ടുള്ള ശുപാർശ, എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ, അത് ജനവാസമുള്ള പ്രദേശങ്ങളും പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളും എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഏരിയയും, അല്ലേ? അങ്ങനെ അതും ഇത് നമ്മൾ തിരിക്കണം. നേരിട്ട് ഗ്രൗണ്ട് റിയാലിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രൗണ്ട് റിയാലിറ്റി, റിമോട്ട് സെൻസിങ് പോരാ, ഗ്രൗണ്ട് റിയാലിറ്റി കണക്കിലെടുത്ത് അതെടുക്കണം. അപ്പം ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കുക, വനപ്രദേശവും പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഏരിയയും ഗ്രൗണ്ട് റിയാലിറ്റി നേരിട്ട് പരിശോധന നടത്തി തീരുമാനിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ എല്ലാ മന്ത്രിമാരൂടി അദ്ദേഹത്തെ കാണുന്നതിന് സമയം ചോദിച്ചിട്ടുണ്ട്. സമയം എപ്പോൾ എന്നറിയിച്ചില്ലെങ്കിലും സമയം അനുവദിച്ചിട്ടുണ്ട്. ആ കാണുമ്പം പറയുന്നതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യവും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞങ്ങൾ ഉന്നയിക്കും.